ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ മകനും ശ്രീമതി ടീച്ചറുടെ മകനും ചേർന്ന് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉണ്ടാക്കി. കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ കൊടുത്തത് ആ മരുന്ന്. തെളിവ് വേണമെങ്കിൽ ദേശാഭിമാനിക്ക് ഞാൻ തരാം. ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട പരാതിയാണ്. ഈ പരാതിയിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഈ മനോജിന് നിഷേധിക്കാൻ പറ്റുമോ? ഈ പരാതിയിൽ ടു ഹും സോ എവർ ഇറ്റ് മേ കൺസേൺ എന്ന് പറഞ്ഞാൽ മനോജിന് മനസ്സിലാവില്ല. കാരണം ആ കാര്യം ഇത്തരം കാര്യങ്ങൾ മനോജ് മനസ്സിലാക്കിയിട്ടില്ല. 2 വർഷം മുമ്പ് മാതൃഭൂമി ചാനലിലും അതുപോലെ വേറൊരു ചാനലിലും മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ചില അഴിമതി വിഷയങ്ങൾ സംസാരിക്കേണ്ടായി. ആ അഴിമതി വിഷയം കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള പി.ടി. തോമസ്, യശശരീരനായ പി.ടി. തോമസ് എറണാകുളത്ത് പത്രസമ്മേളനം നടത്തി സൂചിപ്പിച്ചതാണ്. ഇതേ വിഷയം ചാനൽ ചർച്ചയിൽ സംസാരിച്ചത് ഞാനാണ്. ചാനൽ ചർച്ചയിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അനഭിമതമായി ശ്രീമതി ടീച്ചറുടെ മകൻ സുധീർ നമ്പ്യാർക്ക് ചില സൗകര്യങ്ങളെല്ലാം ടീച്ചർ ചെയ്തു കൊടുത്തു എന്ന് പി.ടി. തോമസ് പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ ചാനൽ ചർച്ചയിൽ പറയുകയുണ്ടായി. ഈ വിഷയത്തിൽ ഞാൻ ഈ സുധീർ നമ്പ്യാർ എന്ന് പറയുന്നത് ടീച്ചറുടെ മകൻ. അപ്പോൾ അതിൽ ടീച്ചർക്ക് വാസ്തവത്തിൽ മാനസികമായിട്ടുള്ള വിഷമവും ദുഃഖവും ഒക്കെ ടീച്ചർക്ക് ഉണ്ടായി. ടീച്ചറുടെ മകനെതിരായി ഞാൻ സംസാരിച്ചത്, അതുപോലെ പി.ടി. തോമസ് സംസാരിച്ചത്, സ്വാഭാവികമായും ചില സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള ചില ഡോക്യുമെൻറ്റ്സ് ഉണ്ട് എന്ന ധാരണയിലായിരുന്നു. പക്ഷേ എനിക്കത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് കിട്ടിയില്ല. ഞാൻ ഉടനെ ടീച്ചറോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ ഫാക്ട്സ് എൻ്റെ കയ്യിലില്ല. ടീച്ചർ എനിക്കെതിരെ കണ്ണൂർ JFCM കോടതിയിൽ കേസ് കൊടുത്തു. അവിടെ വെച്ച് മീഡിയേഷൻ നടന്നു. ആ മീഡിയേഷനിൽ ഞാൻ ടീച്ചർക്ക് എൻ്റെ ഖേദം ടീച്ചറോട് ഞാൻ രേഖപ്പെടുത്തി. അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നു, മറ്റൊരു ചാനലിൽ ഞാൻ സൂചിപ്പിക്കുന്നു പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഞാൻ മാതൃഭൂമി ചാനലിലെന്നാണ് എൻ്റെ ഓർമ്മ, 1, 2, 3 ചാനലിൽ ഞാൻ ഈ കാര്യം നേരത്തെ സൂചിപ്പിക്കുകയുമുണ്ടായി. അങ്ങനെ ഈ കേസ് പര്യവസാനിച്ചു എന്ന് ടീച്ചറുടെ അഭിഭാഷകൻ കോടതിയിൽ, കണ്ണൂർ JFCM കോടതിയിൽ സൂചിപ്പിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചറുടെ മാനസിക വ്യഥ പരിപൂർണമായി മാറിയില്ല. കാരണം ഞാൻ സൂചിപ്പിച്ചത് ഭംഗീധരനെ ആയിപ്പോയി എന്നാണ് ടീച്ചർ ധരിച്ചത്, അഥവാ ടീച്ചർക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ആ കേസ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ടീച്ചർ JFCM കോടതിയിൽ വീണ്ടും കടലാസ് കൊടുത്തു.